ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചെറുപയർ കറിയാണ് കേട്ടോ. ഇത് പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെറുപയർ കറിയൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായി ഒരു വ്യത്യസ്തമായ ടേസ്റ്റോട് കൂടിയ ഒരു ചെറുപയർ കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ ചെറുപയർ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10 വെളുത്തുള്ളി ഉണ്ട്, അത് നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം ഇവിടെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും ഈ ഒരു തക്കാളി, ഇത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കാം കേട്ടോ. പഴുത്ത തക്കാളി നോക്കി എടുക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയറൊന്ന് വേവിക്കണം കേട്ടോ. ഞാനപ്പോൾ പയർ ആദ്യം തന്നെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ചെറുപയറാണ്. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ വെള്ളം കൂടി ഒഴിച്ച് 3 വിസിൽ കൊടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് കഷ്ണാക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചതയ്ക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചതച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേ മിക്സിയിൽ നിന്ന് മാറ്റി ഇതിൽ തന്നെ നമുക്ക് ആ തേങ്ങയും തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ആ തക്കാളിയും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കട്ടെ. ഇത് പക്ഷേ ഒരു നാടൻ കറിയായി കാരണം വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 3 ഗ്രാമ്പു, ഒരു 4 ഗ്രാമ്പു, 3 ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഒരു 1/2 ടീസ്പൂൺ കേട്ടോ പെരിഞ്ജീരകം കൂടിയിട്ട്, വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 3 പച്ചമുളക് ഇങ്ങനെ നടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. 3-4 ഒക്കെ എടുക്കാം. മുളകും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനെല്ലാം ടീസ്പൂൺ കണക്കിലാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ തേങ്ങയും അതുപോലെ തക്കാളിയും കൂടി അരച്ച് വെച്ചില്ലേ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പച്ച മണം ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റണം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1-2 മിനിറ്റ് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് പച്ച മണം പോയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പക്ഷേ ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുപയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ ഇത് വല്ലാണ്ട് കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മളിതിൻ്റെ ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റായിട്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്യാണ്.
ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കാം. ഞാൻ വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിക്കാം. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എടുത്താലാണ് ഈ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി എൻ്റെ കൂടെ മൂത്ത് വരട്ടെ. അപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ കാച്ചി ഒഴിക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് കാച്ചിയത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയർ വർഗ്ഗങ്ങളിലൊക്കെ എപ്പോഴും കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മളുടെ ചെറുപയർ കറി, ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.